26-ാം ദിവസം പുലർച്ചെ 1:05. ചില ആൾക്കാർ സർവൈവ് ചെയ്യാൻ വേണ്ടി മസാജ് സെന്റർ വരെ തുടങ്ങിയിരിക്കും. അതാണ് കോമഡി. മസാജ് സെന്റർ തന്നെ എന്ത് കോമഡി എന്നൊക്കെ. അതാണ് സർവൈവിങ് ടു ദ ഫിറ്റസ്റ്റ്. വേറെ ഒന്നുമില്ല ചെയ്യാൻ. ഇവിടെ കോണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ വള്ളി പിടിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. കോണ്ടന്റ് ഉണ്ടാക്കി ഞാൻ എന്റെ മൂഡ് കാണാൻ എല്ലായിടത്തും കയറിയിട്ട് രണ്ടുപേരും സംസാരിക്കുമ്പോൾ എനിക്ക് ഈ ചീള് കേസിനോട് ഇത്ര തന്നെ എന്റെ ചെറുപ്പിന്റെ അടിയിലുള്ള ആൾക്കാരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം എന്റെ ലിസ്റ്റിലും കൂടിയില്ല. Please, I don't want to share my boyfriend to you guys. Why are you guys so jealous of me? Why you guys are so jealous of me? Okay, fine. That's my. Adinte kazhivu. That is my kazhivu. Such a jealousy girl. Oh my god. എല്ലാരും അടുത്തും കയറി ചെന്ന് പ്രൈവസിയിൽ ഇടപെട്ട് ചമ്മി അവിടെ എനിക്ക് ഹേർട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് മാമി വരും, പലരും വന്ന് സമാധാനിപ്പിക്കും. അയ്യോ ചിലരുടെ കൂടിയല്ല സമാധാനമാവുള്ളൂ. ബേസിക് ലൈറ്റ് ഫൈൻ. അതെ, എല്ലാവർക്കും ഒരു കാര്യം പറയാനുണ്ട്. ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമല്ല, നമ്മളവിടെ ഒരു ചെരുപ്പിന്റെ വിഷയത്തിൽ നടന്നൊരു സംഭവത്തിൽ ഞാൻ ആ വിഷയം സോൾവ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആദില എന്നോട് പറഞ്ഞു, നിങ്ങൾ എവിടെ പോയിരുന്നു, ഇത്ര നേരം എവിടെ പോയിരുന്നു, ഇതിനിടയിൽ എന്താ കയറി വന്നത്. ഇപ്പം ഭയങ്കര ഫയറിലായിരുന്നു നിന്ന്, എല്ലാവരും നിങ്ങൾക്കറിയാം, വലിയ ദേഷ്യത്തിൽ നിന്നത്. ആ സമയത്ത് എൻ്റെ വായിൽ നിന്നൊരു തെറ്റായ ഒരു വാക്ക് വീണു. ഞാനത് എല്ലാവരും മുമ്പിൽ വെച്ച് അതിനോട് ക്ഷമ പറയുകയാണ്. ആദില ക്ഷമിക്കണം, സോറി, ഇനി ഞാൻ ഉണ്ടാവില്ല, ക്ഷമിക്കണം. ശ്രദ്ധിക്കുക, ഇനി കൂടുതൽ ചർച്ചകൾ വേണ്ട. എല്ലാവരും ശാന്തരായി പിരിഞ്ഞു പോവുക. വീണ്ടും വിളിപ്പിക്കരുത്. താങ്ക് യു ബിഗ് ബോസ്. 26-ാം ദിവസം പുലർച്ചെ 1:50. നെവിൻ അവരുടെ കൂടെ ആണെങ്കിൽ പോലും നമ്മൾ അനീഷിനെ കൂട്ടാതെ പോലും നമ്മൾ 8 പേരുണ്ട് ആ ഇരിപ്പിൽ. ഞാനിവനും 7 പേര് 8 പേര്. ഓക്കെ, അപ്പാനിയുടെ വായിൽ വീണെങ്കിൽ പിടിച്ചിരിക്കുകയല്ല എന്റെ കയ്യിൽ നിന്ന് വീണെങ്കിൽ തെറ്റാണ് എനിക്കറിയാം. ഞാൻ പറഞ്ഞു പോയി. ഞാൻ സമ്മതിച്ചില്ലേ, ആരും പറയാതെ നിങ്ങൾക്ക് ആരും സമ്മതം. അത് വാങ്ങി വരാൻ പാടില്ല. കാണിക്കണം നല്ല കാര്യമല്ല. പക്ഷെ ഞാനല്ല, ഞാൻ എന്നോടാ പറഞ്ഞു വിചാരിച്ചോ. ഞാൻ ആ പോലെ പറയാൻ എനിക്ക് ഉറപ്പാണ്. ഞാൻ ആ പോലെ പറഞ്ഞു. നിങ്ങൾ എന്താ പറഞ്ഞത് അത് മോശമായെന്ന് ഞാൻ പറയും. ആളെ സ്റ്റാൻഡേർഡ് അവിടെ കാണിക്കുന്നു, അത്ര തന്നെ. ഞാനതിനാണ് പോയത്. അവരാ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഈ ആവശ്യമില്ലാതെ അതിൽ എന്നെ വെറുതെ പ്രൊമോട്ട് ചെയ്തത്. അങ്ങനെ പറയില്ല. അവര് ഒരു 3 ആഴ്ചയായിട്ട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചോണ്ട് വന്നതാ. 3 ആഴ്ചയിലേക്ക് അല്ല, ലാലേട്ടൻ ശരത്തിന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ട് മൊത്തം ഇമാതിരി ചട്ടത്തരം പറയാനാണെങ്കിൽ എനിക്കറിയണം എടുക്കാൻ പറയുന്നത്. ഒരിക്കലും നീയും നോറേറ്റ് വിഷയം ഉണ്ടായില്ല. ഞാൻ അൻവർക്കനോട് പറഞ്ഞു നിങ്ങൾ സംസാരിക്കേണ്ട ഇങ്ങനെ ഓവർ വോയിസ് ലൈക്ക് മൂപ്പര ഒരു ഇതിന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാ.